വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ നൽകിയ നടപടി അപകടകരമായ കാര്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തീവ്രവാദം രാജ്യവിരുദ്ധ ശക്തിയായ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടുന്ന കോൺഗ്രസിന്റെ ആ നടപടി നാടിന് ഗുണമല്ല. കോൺഗ്രസിന്റേത് അവസരവാദ പ്രീണന രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി. ഏതാണ്ട് എല്ലാ പ്രമുഖ നേതാക്കളും നിലമ്പൂരിലുണ്ട്. എന്നോടൊപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചേരുകയാണ്. വാസ്തവത്തിൽ BJPയുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. ഈ വികസനം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ഒരു അവസരം കൊടുക്കും. ഇതൊരു 7 മാസത്തിൻ്റെ ഒരു അവസരമല്ലേ? 7 മാസത്തിൽ അദ്ദേഹവും ഞാനും ഉറപ്പ് തരുന്നു, ഇതുവരെ നടക്കാത്ത 4-5 മുഖ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ഈ 7 മാസത്തിൽ ചെയ്തു തരും. അത് ഞാൻ ഉറപ്പ് തരുന്നു. വിവിധ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു വന്നു. ഏറ്റവും പ്രധാനമായി കത്തി നിൽക്കുന്നത് ജമാഅത്തെ PDP ബന്ധങ്ങളാണ്. BJPയുടെ നിലപാട് എന്താണ്? ഇത് അപകടമായ ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഫോഴ്സസ്, ഈ തീവ്രവാദ റാഡിക്കൽ രാജ്യവിരുദ്ധ ഫോഴ്സസ് മെയിൻ സ്ട്രീം പൊളിറ്റിക്കലിൽ കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യില്ല. അപകടം മാത്രമേ ഇവിടെ നടക്കുള്ളൂ, വരുള്ളൂ എന്ന് ഞാൻ അന്ന് പറയുന്നു, ഇന്നും പറയുന്നു. ഇത് ഏറ്റവും ഒരു ഡേഞ്ചറസ് ട്രെൻഡാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ 3000 വോട്ട് പിടിക്കാൻ കോൺഗ്രസ് ഏത് ലെവലിൽ വരെ അവസരവാദ രാഷ്ട്രീയവും ഈ പ്രീണന രാഷ്ട്രീയവും കൊണ്ടുപോകുന്നു ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കൗതുകരമായ ഒരു കാര്യം, ഈ 2 പേനകൾക്കിടയ്ക്ക് ഒരു പെൻസിൽ, അത് ഭയങ്കര ചർച്ചയായിരുന്നു. ദേശീയ തലത്തിൽ അതൊരു സംഭവമായിരുന്നു. ഞാൻ എത്രയോ കൊല്ലമായിട്ട് പെൻസിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ എല്ലാ മീറ്റിങ്ങിൽ പോകുമ്പോൾ എൻ്റെ പണ്ട് കാലത്ത് ഈ പേന മറന്നു വെച്ച് പോകുമ്പോൾ അതിനെല്ലാം കാശ് സേവ് ചെയ്യാനാണ് പെൻസിൽ ഞാൻ, പിന്നെ എൻ്റെ നോട്ട്സും ഞാൻ എഴുതുന്നതെല്ലാം പെൻസിൽ കൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട്, ഒരു 10-20 കൊല്ലമായിട്ട് എൻ്റെ ഒരു ഹാബിറ്റാണ്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. BJP നിലമ്പൂർ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാരായി നിഖിൽ ജോസഫിനും പ്രജോഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.